चुप चलन में क्या राग है, क्यों चुप ना सके परमात्मा. പ്രതിഭ, ശശീന്ദ്രൻ മന്ത്രിയെ ഇപ്പോഴും പ്രണയത്തെക്കുറിച്ചൊക്കെ പാടിക്കൊണ്ട് നടക്കുകയാണ്. പാടാൻ പറ്റിയ നല്ലൊരു സന്ദർഭം കൂടെയാണ് ഇപ്പോഴും. അതെ, പ്രണയത്തെക്കുറിച്ച് പാടുന്നതിന് പ്രത്യേകിച്ച് സമയമോ പ്രായമൊന്നുമില്ല. പ്രണയം എല്ലാവരിലും എല്ലായിടത്തും ഉണ്ടെന്നാണല്ലോ പറയണത്. അതായത് 70 വയസ്സുള്ളവന്, 80 വയസ്സുള്ളവന്, 100 വയസ്സുള്ളവനൊക്കെ പ്രണയം ഒരു വിശുദ്ധ വികാരം തന്നെയാണ് ഇപ്പോഴും. പ്രണയിക്കാൻ, പ്രണയത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ, പ്രണയത്തിൻ്റെ പാട്ടുകൾ പാടാം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ചെയ്തതിലൊരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് അയ്യപ്പദാസിനെ ആക്ഷേപകരമായിട്ട് തോന്നുന്നത് പറയും? അല്ല, ഇവിടെ 1000-ലധികം പേര് വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം വയനാട് പിന്നെ ഉണ്ടായ കടുവ പിടിച്ച കഥ അറിയാമല്ലോ. ആ ഒരു പാവം ചേച്ചിയെ, അതെ, ആ പാവം ചേച്ചി തേയില കൊള്ളാൻ പോയ ചേച്ചിയെ ആക്രമിച്ച് ഒരു നരഭോജി കടുവയാണ്. അപ്പോൾ ആ കടുവയെ പിടികിട്ടിയിട്ടില്ല. ആ കടുവയെ അതെ, അന്ന് ആ സന്ദർഭത്തിൽ ഞാൻ പറയാം, കടുവ ഇപ്പൊ ചത്തതായിട്ട് വന്നു. ആ കടുവയെ പിടികിട്ടാതിരിക്കുന്നു, ജനം ആകെ കടുവയെ പേടിച്ച് നമ്മൾ ജീവിക്കുക. ആ ഒരു അന്തരീക്ഷം നമുക്ക് വന്നാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. കേവലം ഒരു പേ പിടിച്ച പട്ടി ഇറങ്ങിയാൽ പോലും മനുഷ്യർ പേടിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭത്തിലാണ് അവിടേക്ക് പോലും വരാൻ സമയമില്ലാതെ ശശീന്ദ്രൻ എന്ന മന്ത്രി കോഴിക്കോട് ഒരു പരിപാടി, ഒരു ഈവന്റിൽ, അതും പിന്നെ റാഫിയുടെ ഒരു ഹിന്ദി പാട്ടൊക്കെ പാടി. എനിക്ക് പാട്ട് പെട്ടെന്ന് ഓർമ്മ വരാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ പാടി അത് റിലാക്സ് ചെയ്ത് നിൽക്കുക. ആ പാട്ട് പ്രണയത്തെ കുറിച്ചുള്ള പാട്ടാണ്. അതെ, പ്രണയത്തെയും സ്നേഹത്തെയൊക്കെ വർണ്ണിക്കുന്ന പാട്ടാണ്. അതിപ്പോ പ്രദീപ് പറഞ്ഞു പ്രണയം എന്നുള്ളത് നമുക്ക് എപ്പോഴും വേണോ ആകാമെന്നുള്ള. ഇദ്ദേഹം ഒരു നിയുക്തന ഒരു പ്രത്യേക ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾ, പ്രത്യേകിച്ച് ഇങ്ങനെ വനം വകുപ്പിന്റെ തന്നെ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു മന്ത്രി ഇങ്ങനെയാണോ ഇടപെടുക എന്ന് വെച്ചാൽ, പാട്ട് പാടാൻ നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ പ്രണയത്തെ കുറിച്ച് പറഞ്ഞോളൂ, പക്ഷെ ഇവിടെ ഒരു വേള വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അതുവരെ അദ്ദേഹത്തിന് വരാൻ സമയം ഉണ്ടായിരുന്നില്ല. അതാണ് അയ്യപ്പദാസ് അതിലൊരു ഏറ്റവും വലിയ വിഷയം. കാരണം നമ്മൾ ജനപ്രതിനിധികളായിട്ട് ചില ആളുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ആളുകൾ സാധാരണക്കാരൻ്റെ സ്വത്തിനും ജീവനും ഉറപ്പ് നൽകുന്ന രീതിയിലുള്ളൊരു ഭരണ സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം. അതാണ് ജനാധിപത്യത്തിൻ്റെ വിശുദ്ധി, അത് തന്നെയാണ്. അപ്പോൾ ഇവർ ഈ വനം വകുപ്പ് മന്ത്രി പാട്ട് പാടിയതിൽ ഉപരിയായിട്ട് ഇവിടെ എടുത്തു പറയേണ്ട 1-2 കാര്യം എന്ന് പറഞ്ഞാൽ, പഞ്ചാരക്കൊല്ലിയിലെ ഈ ആദിവാസി സ്ത്രീ അവർ അവിടെ കടുവ പിടിക്കുമ്പോൾ, കടുവ പിടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അവരുടെ മുഖമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അവർ കടുവ, നരഭോജി കടുവ അവർ ഭക്ഷിച്ചത്. ഇതിന് 3 ദിവസം കഴിഞ്ഞിട്ടും ഈ വനം വകുപ്പ് മന്ത്രിക്കൊന്നും അവിടെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടി നമുക്കൊന്ന് ഒരു 2 ആഴ്ച പുറകിലേക്ക് പോകാം. കാരണം 2 ആഴ്ച മുമ്പ്, 2 ആഴ്ച കൃത്യമായി പറഞ്ഞ 2 ആഴ്ചയല്ല, അതിനപ്പുറമായി, നിലമ്പൂർ MLA PV അൻവറിനെ വളരെ നാടകീയമായി ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ഈ നിർബന്ധപൂർവ്വം എന്താണ്, ഒരു MLA ആണ്, ഒരു നോട്ടീസ് അയച്ച പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. തീർച്ചയാണ് അത് വലിയ വലിയ കുറ്റവാളികളെയൊക്കെ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ വീട് വളഞ്ഞ് DYSPയുടെ നേതൃത്വത്തിൽ 200 അംഗ പോലീസ് സംഘം, ഒരു MLA ആണെന്ന് ഓർക്കണം. അങ്ങോട്ട് പേരിൽ എന്താണ് ഈ നിലവിലിപ്പോൾ ഈ റീസെൻ്റ്ലി കൊലപാതക കുറ്റമൊന്നുമില്ല, നേരത്തെ മുൻപ് അദ്ദേഹം ഏതൊരു കൊലപാതകത്തിൽ പ്രതിയായിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അതെ, പിന്നെ അങ്ങനെ കളവ് കേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഭൂമി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കേസുകളുണ്ട്. ആലുവയിൽ ഇപ്പോൾ വന്നേക്കണം. പിന്നെ കക്കാടംപൊയിൽ അനധികൃത തടയണ നിർമ്മാണം, അത്തരം ചില കേസസ് ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ ഈ CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരിക്കുമ്പോഴാണ് ഈ കേസൊക്കെ വരണേ. യാതൊരു നടപടിയില്ല. അപ്പോൾ അന്നൊന്നും PV അൻവറിനെതിരെ ഒരു നടപടി എടുക്കാതിരുന്ന പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് PV അൻവറിനെ മനഃപൂർവ്വം പൂട്ടുക എന്നുള്ള ഉദ്ദേശം, അതിന് പുറകിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കാരണം പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയൊക്കെ അതിനിശ്ചിതമായ വിമർശനം, സ്വർണ്ണക്കള്ളക്കടത്തിന് വരെ ഒരു കൂട്ടു നിൽക്കണമെന്നുള്ള ഒരു കാരണവശാലും ഒരു യുക്തിക്കോ നീതിക്കോ ഒക്കെ നിരക്കാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിയത്. അതിൻ്റെ തെളിവുകൾ അൻവറിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പുറത്തുവിട്ടില്ലേ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞതിന് അൻവറിനെ ഇവർക്ക് പൂട്ടാനും പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മലയോര കർഷകർ നേരിടുന്ന വന്യജീവി ആക്രമണത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൻവറിൻ്റെ DMK മുന്നണിയിൽപ്പെട്ട കുറച്ച് ആളുകൾ അവിടെ നിലമ്പൂരിൽ DFO ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നയിക്കണം. അന്ന് പ്രതിഷേധ പ്രകടനം നയിക്കുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ DFO ഓഫീസ് അടഞ്ഞു കിടക്കണം. ഈ പ്രവർത്തകർ അതിൻ്റെ താഴെ തല്ലി പൊളിച്ച് അകത്ത് കിടന്നപ്പോൾ എന്തോ അതിൻ്റെ ഫർണിച്ചർ, മറ്റു പേപ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നശിപ്പിച്ചു. പക്ഷേ ഈ സന്ദർഭത്തിൽ അൻവർ അവിടെ ഇല്ല. എങ്കിലും ഇതിന് പ്രേരണാക്കുറ്റം ചുമത്തി MLA എന്ന രീതിയിൽ അൻവറിനെതിരെ കേസെടുത്തു. സമൂഹത്തിൽ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുക എന്നുള്ള വകുപ്പൊക്കെ ചേർത്തിട്ടാണ് കേസെടുത്തത്. അതൊരു MLA-ക്കെതിരെ കേസെടുക്കണമെങ്കിൽ സ്പീക്കറുടെ പ്രത്യേക അനുമതി വേണമെന്നൊക്കെ ഉണ്ട്. അത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നുണ്ടെങ്കിൽ കേസ് എടുത്തതിന് ശേഷം സ്പീക്കറിനെ അറിയിച്ചാൽ മതി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എങ്കിലും അറസ്റ്റ് ചെയ്തു നിലമ്പൂർ അദ്ദേഹത്തെ കൊണ്ടുചെന്നു.
പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അദ്ദേഹത്തിന് പിറ്റേ ദിവസം ജാമ്യം കൊടുക്കുന്നവരെ അത് ഒരു ദിവസം രാത്രി ജയിലിൽ കിടക്കേണ്ടി വന്നു. അതെ, ഒരു ദിവസം ജയിലിൽ കിടക്കും. അത് ഈ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് അതിനെതിരെ നടപടി വേണം എന്നുള്ള ആഹ്വാനമായിട്ട് അദ്ദേഹം മലയോര കർഷകരെ സംഘടിപ്പിച്ച ഒരു യാത്ര നടത്താൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിങ്ങനെ ഒരു സംഭവം. ഇതിന് തൊട്ട് മുൻപ് വയനാട്ടിൽ ഒരു 3-4 മാസം മുൻപാണ് ആന ഒരു വീട്ടിലേക്ക് കയറി വന്ന ഒരാളെ ചവിട്ടിക്കൊന്നു. അല്ല, അതിനു മുമ്പ് തന്നെ ഒരു പിന്നീട് പത്തനംതിട്ട, അത് ഒരു കൊല്ലം മുമ്പാണ്, പത്തനംതിട്ടയിൽ ഒരു കാട്ടുപോത്ത് നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന ഒരാളടക്കം 3 പേരാണ് അന്ന് മരണപ്പെട്ടത്. അപ്പോൾ ഇങ്ങനൊരു കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് മലയോര മേഖലകളിൽ മലയോര കർഷകർ കൃഷിനാശത്തിലുപരിയായിട്ട് ഏതാണ്ട് 1000-ലധികം പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതിനിപ്പോഴും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാനോ നടപടിക്രമങ്ങളോ സ്വീകരിക്കാനോ സർക്കാരിന് സാധിക്കാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വയനാട്ടിൽ വീണ്ടും പഞ്ചാരിക്കൊല്ലിയിൽ ഈ കടുവ ഒരു സ്ത്രീയെ പിടിക്കുന്നത്, അവർ ഭക്ഷിക്കുന്നത്. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും വനം വകുപ്പും വേറെ ഏത് മന്ത്രി ചെന്നാലും അതിന് അവിടെ ഒരു സാധൂകരണം കിട്ടുന്നില്ല. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുക, അവരുടെ വിഷമത്തിൽ പങ്കുചേരുക, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റി നമ്മൾ ചെയ്യാന്നൊക്കെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു രീതിയിൽ സംസാരിക്കുമ്പോഴൊക്കെയാണല്ലോ അതിനൊരു പ്രസക്തി കൈവരിക. അപ്പോൾ വനം വകുപ്പ് മന്ത്രി അതിന് തൊട്ടടുത്ത പ്രദേശമായ കോഴിക്കോടും വയനാടും തമ്മിൽ ഇത്ര ദൂരമുള്ളൂ നമുക്കറിയാമല്ലോ. അവിടെ ഒരു ഈവെൻറ്റിൽ ചെന്നിട്ടാണ് മന്ത്രി പ്രേമഗീതം പാടുന്നത് മുഹമ്മദ് റാഫിയുടെ. അപ്പോൾ പിന്നെ ആളുടെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. അതിന് കൂടുതൽ പ്രണയാതുരനായതുകൊണ്ടാണ് അദ്ദേഹം മുമ്പ് പ്രണയാതുരനായ അദ്ദേഹത്തിന്റെ മന്ത്രിപദമൊക്കെ നഷ്ടപ്പെട്ട കഥ അറിയാമല്ലോ. മംഗളത്തിന്റെ സ്ട്രിംഗ് ഓപ്പറേഷനൊക്കെ അദ്ദേഹത്തിന്റെ കൊഞ്ചലും സ്കൂപ്പായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ. അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ചർച്ച ചെയ്യണ്ട. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വനം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഈ ഒരു ആദിവാസി യുവതിക്ക് എൻ്റെ ഒരു സംശയം, ഇങ്ങനൊരു വനം മന്ത്രി ഇത്ര ഒരു നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ കഴുപ്പണം കെട്ട ഒരു മന്ത്രി, ഇങ്ങനെ കഴുപ്പണം കെട്ട ഈ മന്ത്രിയെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് മാറ്റിക്കൂടെ, അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് തന്നെ തീരുമാനമെടുത്ത് എന്തിനാ ഇങ്ങനെ ഒരു മന്ത്രി? നമ്മളെല്ലാം തന്നെ ഒരുപാട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത് ചില മുന്നണി മര്യാദകളുടെ അടിസ്ഥാനത്തിൽ എന്ത് മുന്നണി മര്യാദയായാലോ ഒരു വിലക്കെങ്കിലും ഈ മുഖ്യമന്ത്രിക്ക് പറയാം. അല്ല, ഇപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ ആക്ഷേപകരങ്ങളായിട്ട് ഉയർന്നു വന്ന പല വകുപ്പിലും നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി, അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രി, വനം വകുപ്പ് മന്ത്രി, ഇതൊക്കെ പേരിന് മാത്രം അവിടെ ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ആ കോവിഡിനെയൊക്കെ എന്നിട്ടും അതിൻ്റെ എല്ലാം ആള് സൂപ്പർ മുഖ്യമന്ത്രി അല്ല സൂപ്പർ മന്ത്രി അയാൾ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. അതെ. അപ്പോൾ ഇവിടെ ഈ വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ ജനം കാണുന്നത് അങ്ങനെ ഒരു വകുപ്പുണ്ടോ മന്ത്രിയുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതേ സമാനമായ അവസ്ഥയിലേക്കാണ് കഴിഞ്ഞ ആഴ്ച ഈ PV അൻവർ, നിലമ്പൂർ MLA ആയ PV അൻവർ ചോദിച്ചു, ഒരു വനം വകുപ്പ് മന്ത്രിയുണ്ട് ഇവിടെ, അറിയില്ല. ഇതെന്ത് അതിനൊരു ശാശ്വതമായൊരു പരിഹാരം? ഇപ്പോൾ ഈ ആദിവാസി യുവതി അവർ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. അതെ. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ, ഇടയ്ക്കൊരു ചെറുപ്പക്കാരൻ മരിച്ചു, അതും ഇതിന് 2 ആഴ്ച മുന്നെയാണ്. അവന്റെ കുടുംബമായിട്ട് പോയിട്ട് കുട്ടിയെ അങ്ങ് ഭാര്യയെ കൊടുത്തു കഴിഞ്ഞ് നരഭോജി കടുവ ഇതുപോലെ തന്നെ അല്ല, ഒരു നരഭോജി കടുവ വയനാട്ടിൽ ഇതുപോലെ ഒരാളെ ആക്രമിച്ചിട്ട് ആ പടം നമുക്കത് ചാനലിൽ കിട്ടിയിട്ട് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം സെൻസർ ചെയ്ത് കാണിക്കേണ്ടി വന്നു. കാരണം ഈ നമ്മുടെ കാല് ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ കടുവ കഴിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ അസ്ഥികൂടം മാത്രം കാണുന്നേ. അപ്പോൾ അത്രത്തോളം നരഭോജിയായിട്ടുള്ളൊരു കടുവയുടെ ആക്രമണം അന്നുണ്ടായിട്ടും ശാശ്വതമായൊരു പരിഹാരം അതിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ കടുവ അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ വെടിവെച്ച് കൊല്ലാൻ നമുക്കിവിടെ നിയമം അനുശാസിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ നിരന്തര ശല്യം ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അല്ല, അത് ശരിക്കും സാറൊക്കെ പറയുന്നത് വെച്ചാൽ ഇതിന് ഈ ഒന്ന് ആനയൊക്കെ ഇറങ്ങുന്നത് അതിന് പിന്നെ വേണ്ട സസ്യാഹാരം കിട്ടുന്നില്ല, വനമെല്ലാം വെട്ടിത്തെളിച്ചിരിക്കുക. അല്ല, ഈ ആനത്താരങ്ങൾ അതിൽ അങ്ങോട്ട് വരാം. ഈ ആനത്താര എന്ന് പറഞ്ഞാൽ അറിയാലോ, കാട്ടിലെ ആനയുടെ സഞ്ചാരപഥമാണ്. ഈ സഞ്ചാരപഥങ്ങളൊക്കെ മനുഷ്യന്റെ കടന്നുകയറ്റം മൂലം അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു വ്യവസ്ഥ വന്നു. തന്നെയല്ല, അവരുടെ ഭക്ഷണക്രമങ്ങൾ, അവിടെ കിട്ടുന്ന ആന പ്രകൃതിയിൽ ഏറ്റവും വലിയ സസ്യാഹാരിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ പോലും കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മനുഷ്യന്റെ കടന്നുകയറ്റം ഉണ്ടായി. അവരുടെ സ്വകാര്യ ജീവിതത്തെ ഹനിക്കുന്ന രീതിയിലുള്ള മനുഷ്യൻ അങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ മറ്റു ജീവികളുടെ യാതൊരു തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും പരിഗണിക്കാതെ ജീവിക്കുന്ന ഒരേ ഒരു ജീവിയുള്ളൂ, അത് മനുഷ്യനാണ്. എല്ലാം എനിക്ക് വേണ്ടിയുള്ളതാണെന്നാണ് നമ്മുടെ ചിന്ത. അതാണ്, എല്ലാം നമുക്ക് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള മറ്റു ചരാചരങ്ങളെയൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് മിക്കവാറും ഇത്തരം ബുദ്ധിമുട്ടുണ്ടാണ്. വനഭൂമിക്ക് വല്ലാതെ വെട്ടി നശിപ്പിച്ചെന്നൊക്കെ പറയപ്പെടുന്നത്. ഈ കടുവയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് വരാം. ഈ കടുവയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് ഇന്ന് വെളുപ്പിന് 2 മണിക്ക് അത് ആ ഭാഗത്ത് മരിച്ചതായി കണ്ടത്.
ചത്തതായി കണ്ടെത്തി. അപ്പോൾ അതിന് ഈ പോസ്റ്റ്മോർട്ടത്തിൽ അതിന് ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വലിയ മുറിവുണ്ട്. അത് ഇപ്പോൾ പറ്റിയ മുറിവും കുറച്ച് പഴക്കമുള്ള മുറിവുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർ അതിന് നിരീക്ഷണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് പെൺകടുവയാണ്, ഏതാണ്ട് 7 വയസ്സുള്ള പെൺകടുവയാണ്. അപ്പം ഇപ്പം ഈ കടുവകളുടെ ഒരു പ്രജനന കാലമാണത്, അവർ ഇണചേരുന്ന ഒരു സമയമാണ്. അങ്ങനെ വരുമ്പോൾ കാട്ടിലുള്ള ആൺകടുവകൾ തമ്മിൽ ഈ ഇണചേരാൻ സമയത്ത് ഈ കടുവയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ചിലപ്പോൾ ഇതിന് പരിക്ക് പറ്റിയതായിരിക്കും എന്നൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഈ കടുവയെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അന്വേഷണ ദൗത്യസംഘത്തിന് നേരെ 8-അംഗ ദൗത്യസംഘത്തിന് നേരെ ഈ കടുവ ആക്രമണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വെടിവെച്ചു എന്ന് തന്നെ പറഞ്ഞ് വെടി കടുവയ്ക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആ വെടി കൊണ്ടിട്ടാണ് കടുവ ചത്തയെന്നുള്ളത് ഇവർ പറയുന്നില്ല. എന്താണെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും പുറമേ മുറിവുണ്ട്. അത് പക്ഷെ അവരിപ്പോ വ്യാഖ്യാനിച്ചേക്കണത് ഇങ്ങനെ ആവാം. കാരണം കാട്ടിൽ കടുവ ഇണചേർന്ന കാലത്ത് മറ്റേ കടുവ ഉദ്ധരിച്ചെടുക്കുന്ന ഊഹാപോഹങ്ങളാണല്ലോ. അപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വന്യജീവികൾ നേരത്തെ ഐബാസ് പറഞ്ഞ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ തകർക്കപ്പെട്ടത് തന്നെയാണ്. കാരണം അതിനാണ് നമുക്ക് വനംവകുപ്പൊക്കെ സത്വരമായ നടപടികൾ എടുക്കേണ്ടത്. അല്ലാതെ വനംവകുപ്പ് മന്ത്രി ഏതെങ്കിലും ഈവെൻറ്റിൽ പോയി പാട്ട് പാടുന്നതോട് നമുക്ക് ആർക്കും വിരോധമില്ല. അദ്ദേഹം ഒരു പാട്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പാടാനും ആടാനും ഒക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരം പാട്ടിലും അല്ലെങ്കിൽ അത്തരം കലകളിലും ഒക്കെ താല്പര്യമുള്ള ആൾ കൂടി തന്നെയാണ്. ആയിക്കോട്ടെ. അപ്പോൾ അതിനൊന്നും നമ്മൾ നിഷേധിക്കില്ല, അതൊക്കെ മനുഷ്യൻ്റെ സർഗാത്മകമായ കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തെ ജനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട് ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് കണ്ണിങ് ആയിട്ടെന്നറിയോ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുന്നത്? എന്ത് കണ്ണിങ് ആയിട്ടാ പറഞ്ഞത്? ഇത്രയും രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി വേറെ ഇല്ല ഇവിടെ. രാഷ്ട്രീയമായിട്ട് സംസാരിക്കാം. അയ്യപ്പദാസ രാഷ്ട്രീയമായാലും മതമായാലും വിശ്വാസമായാലും എല്ലാം മനുഷ്യന് ഉപകരിക്കാത്തൊരു കാര്യമാണെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ ഒരു ഗുണമുള്ളേ? അതെ, തീർച്ചയായിട്ടും. അല്ല, ഇതെല്ലാം മനുഷ്യന് വേണ്ടിയല്ലേ നിർമ്മിക്കും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ മനുഷ്യനും കടുവയും ആനയൊക്കെ ചേർന്ന ഒരു ശൃംഖലയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒന്നൊന്നിനും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകണം, ഒന്നൊന്നിനും തടസ്സമാകാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ വനവുമായിട്ട് നാളിതുവരെ നമ്മൾ നാട്ടിൽ കാണാത്തതാണ്. അതെ. അപ്പൊ ഈ വനവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കൃത്യമായി അന്വേഷിച്ച് അതിനൊരു അന്വേഷണമൊക്കെ ഏർപ്പാടാക്കി വനവാസികളുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പാട്ട് പാടി നടക്കുകയല്ലേ വേണ്ടത്. പ്രത്യേകിച്ച് ഒരു വനവാസി പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ ഒക്കെ ആക്രമണത്തിൽ മരിക്കുമ്പോൾ ആദ്യം ആ വീട്ടിലെത്തി അവരെ സമാശ്വസിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഗാനമേളയ്ക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും മുഖ്യമന്ത്രിക്ക് തന്നെ, അതായത് നമ്മൾ ഏതോ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, കാരണവർ തന്നെ അങ്ങനെ ആകുമ്പോൾ അല്ല, മോന്തായം വിളഞ്ഞ അറുപത്തിയാനും വിളയുന്നൊരു ചൊല്ലുണ്ട്. മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ കുറിച്ച് തന്നെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് തന്നെ നിരന്തരം പരാതികളുണ്ട് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നമുക്ക് അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വനം വകുപ്പിനെ പറയുമ്പോൾ നാഥനില്ലാ കളറിയായി മാറുന്ന നിരവധി വകുപ്പുകൾ തന്നെ നമുക്കിവിടെ പറയാനുണ്ട്. ധനകാര്യമുണ്ട്, പിന്നെ എന്തിനു പറയണം, പിന്നെ ആരോഗ്യ വകുപ്പുണ്ട്, ഇങ്ങനെ നിരവധി വകുപ്പുകൾ പറയാനുണ്ട്. എല്ലാത്തിന്റെയും മേളിൽ ഒരു സൂപ്പർ മന്ത്രിയായിട്ട് മുഖ്യമന്ത്രി ഇരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തിന് യാതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ആഭ്യന്തര വകുപ്പ് അല്ലേ? തീർച്ചയായിട്ടും. ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചർച്ച ഈ സമയം ആവശ്യമായ ഇടപെടലുകളൊക്കെ ഉണ്ടായിക്കൊണ്ട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അത് നിയന്ത്രിക്കുന്ന ആൾ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി തീർച്ചയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏത് വകുപ്പിലാണ് ഈ കെടുകാര്യസ്ഥത ഇല്ലാതെ അനാസ്ഥത ഇല്ലാത്തതെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും വനം വകുപ്പ് മന്ത്രി പാട്ട് പാടിക്കോട്ടെ. പാട്ട് നമുക്കും എല്ലാവർക്കും ഇഷ്ടമാണ്, ജനത്തിനും പാട്ട് ഇഷ്ടമാണ്. ഒരുപക്ഷെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കലകളിൽ ഒന്നാണ് സംഗീതം. ആ പാട്ടുകൂടെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. പാട്ട് അതെ, വനം വകുപ്പ് മന്ത്രി ഇത്ര മനോഹരമായി പാടുമെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ആർക്കും അറിയില്ല. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ചുപ്പ് ചലന മേ ക്യാ രാഗ് ഹൈ ക്യോം ചുപ്പ് നാ സകേ പരമാത്മാ